രണ്ട് പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു. എല്ലാവരും വെള്ളം കോരാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങൾ വെള്ളം കോരുന്നില്ലേ? ആ പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ, അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നേ. അപ്പൊ മൂസാ നബി ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? ഞങ്ങൾക്കൊരു വാപ്പയേ ഉള്ളൂ, പ്രായം ചെന്ന മനുഷ്യനാ. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ നിങ്ങളെ? കേൾക്കണം, ഇത് ഈ 11 പേർക്കുള്ളതാ. ആ കുട്ടികളോട് ചോദിച്ച്, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? ആ പെൺകുട്ടികൾ പറഞ്ഞു സഹായിക്കാൻ. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികൾക്ക് അല്പം വെള്ളം കോരി കൊടുത്തു. ആ കുട്ടികൾ വെള്ളവുമായിട്ട് പോയി. മൂസാ നബി നാട് വിട്ടു വന്നതാ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ല. ആ നാട്ടിൽ ഒരാളെയും അറിയില്ല. ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് നീയല്ലാതെ ആരുമില്ല, സഹായിക്കണം പടച്ചവനെ. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി മൂസാ നബി. കുറച്ചു കഴിഞ്ഞപ്പോ ഈ 2 പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങളെ. ഞങ്ങളെ സഹായിച്ചില്ലേ, അതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, വാ. മൂസാ നബി അലൈഹിസ്സലാമിനെ ഈ 2 പെൺകുട്ടികൾ വിളിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ പെൺകുട്ടികൾ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രായമായ മനുഷ്യനെ കാണുന്നു. ആരാണെന്നറിയുമോ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശുഐബ് നബി അലൈഹിസ്സലാം, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായിരുന്നു ഈ 2 പെൺകുട്ടികൾ. മൂസാ നബി തന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ശുഐബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. എന്റെ മക്കൾക്ക് വെള്ളം കോരി സഹായിച്ചപ്പോ അള്ളാഹു കൊടുത്ത 1ാമത്തെ പ്രതിഫലം ഒരു സ്വാലിഹത്തായ ഭാര്യ അള്ളാഹു കൊടുത്തു. ശുഐബ് നബി പറഞ്ഞു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ജോലിയില്ലേ? 10-11 വർഷം ജോലിയും കിട്ടി. എന്ത് ചെയ്തപ്പോ? ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറള്ള ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പൈസ കൊടുത്താലോ? അപ്പൊ പാപങ്ങളെ സഹായിച്ചാലോ? ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാ. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. അതുകൊണ്ട് സഹോദരാ, ഈ പാപങ്ങളെ കണ്ടിട്ട് നീ കാണാത്തവനെ പോലെ നടക്കരുത്. ഇങ്ങനെയുള്ള പാപങ്ങളെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു കാണിച്ചു തന്നിട്ട് നീ കാണാത്തവരെ പോലെ ഇവിടെ നിന്ന് മടങ്ങി പോകരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം. അൽഹംദുലില്ലാഹ്, ഏതെല്ലാം വഴിയിലൂടെ ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണ് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാഹു നിനക്ക് സ്വാലിഹത്തായ ഒരു ഭാര്യയെ തരികയാ. എന്റെ ചെറുപ്പക്കാരാ, ഉസ്താദേ, ഞാൻ വിവാഹം കഴിച്ചല്ലോ, നിന്റെ ഭാര്യ നന്നാകണോ, നിന്റെ ഭാര്യ നന്നാകണോ, അവൾ അല്ലാഹുവിനെ ഭയമുള്ളവളാകണോ, ഒരു സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണോ? കൊടുക്കാൻ കഴിയുമോ? നീ കൊടുത്താൽ നിന്റെ ഭാര്യ അല്ലാഹു നന്നാക്കുകയാണ്. പെങ്ങളെ, മോശമായ ജീവിതം നയിക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിനെ അല്ലാഹു നന്നാക്കി തരികയാണ്. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്താദേ, ജോലിയില്ല, ഏത് കച്ചവടം ചെയ്താലും തകർന്നു പോവുകയാണ്. സങ്കടം പറയുന്ന വാപ്പാ, സങ്കടം പറയുന്ന ചെറുപ്പക്കാരാ, എന്തെങ്കിലും ഒരു സദക്ക പാപങ്ങൾക്ക് കൊടുക്കുമോനെ. അതിലൂടെ അല്ലാഹു നിനക്ക് നല്ല ജോലി തരികയാണ്. നിന്റെ ജീവിത മാർഗത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാ. ദുനിയാവിൽ അല്ലാഹു തരുന്ന 2 പ്രതിഫലം. ഇനി 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണമാ, ഈമാനുള്ള ഒരു മരണമാണ്. പടച്ചവനെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മരിക്കണമെന്നാണ്. മുസ്ലിമേ, അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ.
സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്, സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം സഹോദരാ. എന്താണോ കൊടുക്കാൻ കഴിയുന്നത് പടച്ചവര് ഈ കാണുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി എന്താണോ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നത്, പടച്ചവനെ അതാ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാക്ക് സിമന്റ് ആണ് കൊടുക്കാൻ പറ്റുന്നത്, ഒരു കല്ലാണ് നിനക്ക് കൊടുക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും നീ കൊടുക്ക്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. രണ്ട് പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. ഇതല്ലയാ പറയുന്നത്, ഇത് അല്ലയാ പറയുന്നത്. പടച്ചവനെ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ഹദിയ ചെയ്താൽ പടച്ചവൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അത് ഒരു നേരത്തെ ഭക്ഷണമാകട്ടെ, എന്തെങ്കിലും ഒരു സഹായമാകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ഒരു ദിവസം വരാനുണ്ടടോ. ഏതാണ് ശർറായ ദിവസം എന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിന് രണ്ടാമത് ഊതുമ്പോ കൊട്ടുകാട് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടികളുടെ കോലത്തിൽ, പന്നികളുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് കടന്നു വരുന്നവർ, ഇതുപോലെ കബറിനകത്ത് നിന്ന് ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ. അല്ലാ, ഒരാൾക്ക് പോലും വസ്ത്രമില്ലടോ, ചേലാകർമ്മം ചെയ്തിട്ടില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്. ചെറുപ്പക്കാരാ, ചെമ്പിന്റെ തറയാടാ മോനെ, ചെമ്പിന്റെ തറയാണ് മോനെ. ഈ പാതിരാത്രി 10 മണി കഴിഞ്ഞിട്ടും ഞാനും നിങ്ങളും വിയർക്കുകയാണ്. വല്ലാത്ത ചൂടാണ്, വല്ലാത്ത വിയർപ്പാണ്. എവിടെയാ നിന്റെ തലയുടെ മുകളിൽ പടച്ചവനെ 15 കോടി, അതാ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ച് 10:15 എനിക്കും നിങ്ങൾക്കും ചൂടാ, വിയർപ്പാ. എങ്കിലും സുബ്ഹാനല്ലാഹ്, നിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. ഈ സൂര്യനെ അല്ലാഹു അങ്ങ് താഴ്ത്തുകയാണ്. ഒരു ചാണ് മുകളില് എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ ആ സൂര്യൻ ഇങ്ങനെ താടുന്ന ദിവസമുണ്ടല്ലോ. വിയർപ്പിനകത്ത് മുങ്ങുകയാ ജനങ്ങൾ, വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങുകയാണ്. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല
തങ്ങു ചെന്നാ കോള. പടച്ചവനെ, പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണത് ചുമന്ന നിറമായതെന്നറിയുമോ? കത്തിക്കുന്ന ചൂളയുടെ പരിസരത്ത് പോയിട്ടുണ്ടോ? വല്ലാത്ത പ്രയാസമല്ലേ ബാപ്പാ. ചെറുപ്പക്കാരാ, ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയെ കണ്ടിട്ടുണ്ടോ? അതിന്റെ വായിലൂടെ പതയും നിറയും ഇങ്ങനെ ഒഴുകാറുണ്ടല്ലോ. എങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മനുഷ്യരുടെ വായിലൂടെ പതയും നിറയും ഇങ്ങനെ ഒഴുകുകയാ. പെങ്ങളെ, അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുകയാ. ഉമ്മാ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ട്. യാ വൈലതാ യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ. ജന്മം നൽകിയ പിതാവിന് നിന്നെ വേണ്ട, നൊന്ത് പ്രസവിച്ച ഉമ്മാന് നിന്നെ വേണ്ട, നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾ നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഒരാളും പരിഗണിക്കാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് നീ ഭയപ്പെടേണ്ട വാപ്പാ, നീ ഭയപ്പെടേണ്ട ചെറുപ്പക്കാരാ. ആരാണ് ഭയപ്പെടേണ്ടത്? ആരാണ് പേടിക്കേണ്ടത്? ആരാണ് പേടിക്കാതെ കടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. പാപങ്ങളെ സഹായിക്കുന്നവര്, യതീമീങ്ങളെ സഹായിക്കുന്നവര്, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഈ പാപങ്ങൾക്ക് അന്നം കൊടുക്കുന്നവന് അല്ലാഹ് പറയുകയാ, നീ ഭയപ്പെടണ്ട. ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ ആ ഏറ്റവും ശർറായ ദിവസം നീ ഭയപ്പെടണ്ട. രണ്ട്, ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ വലകാഹും നദറതൻ വസുറൂറാ. നിനക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രാത്രി നീ ആകാശത്ത് നോക്കുമ്പോ നീ പൂർണ്ണചന്ദ്രനെ കാണാറില്ലേ? നീ പൂർണ്ണചന്ദ്രനെ കാണാറില്ലേ? ആ ചന്ദ്രനെ കാണുന്നത് പോലെ ഇന്നക്കും സതറവുന റബ്ബക്കും കമാ തറവുൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നിന്നെ പടച്ച അല്ലാഹനെ കാണുമടാ ചെറുപ്പക്കാരാ. ഉപ്പമാരെ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനെ നിനക്ക് കാണണോ? ആ അല്ലാഹനെ നിനക്ക് കാണണോ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ നിന്നിട്ട് നിനക്ക് ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കാണണോ? ഫയർഫഉൽ ഹിജാബ്, അല്ലാഹ് തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്, നിന്റെ കണ്ണുകൊണ്ട് നീ അല്ലാഹുവിനെ കാണും ബാപ്പാ. ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ പടച്ച റബ്ബിനെ കാണുകയാ. ഉജൂഹു യൗമഇദിൻ നാദിറാ. പടച്ചവന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണാനുള്ള അവസരം അല്ലാഹു നിനക്ക് തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ പാപങ്ങളെ നിങ്ങൾ മറന്നു പോകരുത്. ഈ ആരാരുമില്ലാത്തവരെ നിങ്ങൾ മറന്നു പോകരുത്. കൈയില്ലാത്തവര്, കാലില്ലാത്തവര്, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്തവര്, ഈ പാപമുള്ളവർ, ഈ
പാവപ്പെട്ടവരെ നിങ്ങൾ പരിഗണിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. അതുകൊണ്ട് ഈ നാട്ടുകാരോട് പറയുകയാ, ഇത് ഈ നാടിന്റെ വെളിച്ചമാടോ, ഈ നാടിന്റെ ഐശ്വര്യമാടോ. നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കരുത്. അവർക്കൊരു താങ്ങാകൂ. സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നല്ല വാക്ക് പറയാമല്ലോ, ഒന്ന് ദുആ ചെയ്യാമല്ലോ. അല്ലാഹുവേ, ഇതിന്റെ പ്രവർത്തകർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തടോ, പാവങ്ങളെ സഹായിക്കൂ, യതീമീങ്ങളെ സഹായിക്കൂ. അല്ലാതെ ലക്ഷങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടൊന്നും കിട്ടാറില്ല. പടച്ചവനെ, മഹാനായ ഗൗസുൽ അഅ്ളം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കിടക്കുന്ന ആ നാട്ടിലേക്ക് പോകാനുള്ള 1 ലക്ഷം രൂപയാണ് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത കഥ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ കഥയാ. അല്ലാഹുവേ, ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ചരിത്രം ഓർമ്മ വരികയാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? ഹജ്ജിന് പോകണമെന്നാണ്, ഹജ്ജിന് പോകണമെന്നാണ്. അതിനു വേണ്ടിയാണ് താൻ സമ്പാദിക്കുന്ന പൈസ ഇങ്ങനെ മാറ്റിവെക്കുന്നത്. നിന്നെ പോലെ കോടീശ്വരനല്ല, സൂപ്പർ മാർക്കറ്റ് ഉള്ളവനല്ല, ഗൾഫിലെ കടയുള്ളവനല്ല. പടച്ചവനെ, ചെരുപ്പ് കുത്തുന്ന മനുഷ്യനാ. തനിക്ക് കിട്ടുന്ന പൈസ മാറ്റിവെക്കുകയാണ്. ഒരുപാട് കൊല്ലമാണ് മാറ്റിവെച്ചത്. എന്തിനാ? ഹജ്ജിന് പോകാൻ. റബ്ബേ, അങ്ങനെ ഏകദേശ പൈസയൊക്കെ ഒരുമിച്ച് കൂട്ടി ഹജ്ജിന് പോകാനുള്ള ഏകദേശ പൈസയൊക്കെ ആയി വരുമ്പോ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഗർഭിണിയായ ഭാര്യ പറയുകയാ, എനിക്ക് ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ പൈസയില്ലെന്ന്, നിങ്ങൾ പാവപ്പെട്ടവനാണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് വരെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കാതിരുന്നത്. ഇന്ന് പിന്നെ പറയാനുള്ള കാരണമെന്താ? ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണമെന്ന. അള്ളാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലടോ. എടാ, എല്ലാരും വിചാരിക്കുന്നത് പൈസ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമെന്നാ. പൈസ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം പോകാഞ്ഞേ? ഹജ്ജ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ഹജ്ജ് ചെയ്തവര്, അള്ളാഹു നിങ്ങളുടെ ഹജ്ജ് കബൂലാക്കുമാറാകട്ടെ. ബാക്കിയുള്ളവര് പറ, പൈസ ഇല്ലാത്തതുകൊണ്ടാണോ പോകാത്തെ? അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറ, 4 ലക്ഷവും 5 ലക്ഷവും എടുക്കാനില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ആരും ഹജ്ജിന് പോകാത്തെ? ഇല്ലടോ, പൈസ ഉണ്ട്. നിങ്ങൾ പറയുന്നില്ല എന്ന്. ഒരു അറ്റാക്ക് വന്നാൽ നാളെ സർജറി ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ നീ ഉണ്ടാക്കൂലേ? നീ കടം പേടിക്കണ്ട, നീ നിന്റെ വീടും നീ ഒന്നും വിൽക്കണ്ട. നിനക്ക് അള്ളാഹു തന്നതിൽ നിന്ന് 2 സെന്റ് വിറ്റാ പൊക്കൂടെ ഹജ്ജിന്? എന്താ പോകാത്തെ? നമ്മൾ പറയുന്ന കാരണങ്ങൾ. ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണം. തന്റെ പൈസ സ്വരൂപിച്ചു വെച്ചു. ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ ഭാര്യ ഗർഭിണി. അവള് പറഞ്ഞു, എനിക്ക് ഇത്തിരി ഇറച്ചി കഴിക്കണം. നിങ്ങൾ മേടിച്ചു തരണ്ട, ഞാൻ നിങ്ങളോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് അയൽവാസിയുടെ വീട്ടിൽ ഇറച്ചിക്കറിയ മണവടിക്കുന്നു. അയൽവാസിയുടെ വീട്ടിൽ ഇറച്ചിക്കറിയാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് ഇത്തിരി ഇറച്ചി വാങ്ങിച്ച, അവിടെ പോയി ചോദിച്ചാൽ തരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെരുപ്പുകുത്തിയായ മനുഷ്യനോട് തന്റെ ഭാര്യ പറഞ്ഞപ്പോ ആ മനുഷ്യൻ എത്ര ആഗ്രഹത്തോടല്ലേ പറഞ്ഞത്. അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയാണ്, നിങ്ങൾ ഇറച്ചിക്കറി വെക്കുന്നതിന്റെ മണം അവിടെ അടിച്ചു. അതുകൊണ്ട് അവള് പറഞ്ഞു, ഇത്തിരി ഇറച്ചിക്കറി വേണമെന്ന്. എന്റെ ഭാര്യയ്ക്ക് ഇത്തിരി ഇറച്ചിക്കറി തരണം. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ആ അയൽവാസി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരൂല, ഇറച്ചി വേണ്ട, ചാറ് തന്നാ മതി. ഈ ചെരുപ്പൂത്തിയായ മനുഷ്യൻ പറഞ്ഞു, മൂഫക്ക് പറയുന്നു, എനിക്കെന്നാ ഇത്തിരി ചാറ് മതി, ഇറച്ചി വേണ്ട, ചാറും തരൂല. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, നീ ഒരു പെണ്ണല്ലേ, നീയും പ്രസവിച്ചവളല്ലേ? എന്റെ ഭാര്യ ഗർഭിണിയാണ്, ഒരൽപ്പം ചാറ് തരൂല ഞാൻ. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ തരാത്തത്? ഞാൻ ഇറച്ചി ചോദിച്ചു, വേണ്ട, ചാറ് ചോദിച്ചു, ഇതൊന്നും നിങ്ങൾ തരാത്തതിന്റെ കാരണം ചോദിച്ചപ്പോ ആ പെണ്ണു പറഞ്ഞു, നിങ്ങൾക്കിത് കഴിച്ചുകൂടാ.
അപ്പൊ ചോദിച്ചു, നീയും മുസ്ലിം ഞാനും മുസ്ലിം, നിനക്ക് കഴിക്കാമെങ്കിൽ എനിക്ക് കഴിക്കാമല്ലോ. അപ്പോഴാണ് സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, ഞാൻ വിധവയാണ്, എനിക്ക് യതീമായ മക്കളുണ്ട്, ഞങ്ങൾ ആരും സഹായിക്കാനില്ല, എൻ്റെ മക്കൾ ഒരുപാട് ദിവസമായിട്ട് പറയുന്നു ഇറച്ചി കഴിക്കണമെന്ന്. ഉമ്മ ഇറച്ചി വേണം ഇറച്ചി വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ ഒരുപാട് നാടുകൾ കൊണ്ട് പറയുകയാ, വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ ഇന്ന് നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു. ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു. ആ ചത്ത് കിടക്കുന്ന കഴുതയെ കണ്ടപ്പോ ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് ഇറച്ചി മുറിച്ചെടുത്തു. ആ ഇറച്ചിയാ എൻ്റെ വീടിനകത്ത് കിടന്ന് വേവുന്നത്. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തരും? ആ കഴുതയുടെ ഇറച്ചി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തരും? ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഇറങ്ങി ഓടി തൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ എടുത്തു. അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാൻ കൊല്ലങ്ങളോളം ആഗ്രഹത്തോടെ സ്വരൂപിച്ചു വെച്ചിരുന്ന പൈസ എടുത്തു. എന്നിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ ചോദിച്ചു, എവിടെ പോകാ? എൻ്റെ അയൽവാസിക്ക് കൊടുക്കാൻ പോവാ, എൻ്റെ അയൽവാസിക്ക് കൊടുക്കാൻ പോവാ. ഭാര്യ പറയുന്നു, ഇത് ഹജ്ജിന് വെച്ചിരിക്കുന്ന പൈസയാ, ഇത് അള്ളാന്റെ കഅബാലയത്തിൽ പോകാൻ നിങ്ങൾ വെച്ചിരിക്കുന്ന പൈസയാ. അപ്പോഴാ ചെരുപ്പ് കുത്തി പറയുന്നത്, എൻ്റെ അയൽവാസിയായ യതീമായ മക്കള് കഴുതയുടെ ഇറച്ചി തിന്നുന്ന അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ ഈ പൈസ കൊണ്ടുപോയി ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. അതിനേക്കാളും പുണ്യം ഈ പാവങ്ങൾക്ക് കൊടുക്കല. കൊണ്ടുപോയി ആ പൈസ കൊടുത്തടോ. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. ആ മനുഷ്യൻ അള്ളാഹു ഹജ്ജ് ചെയ്ത കൂലി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. ആ മബ്റൂറായ ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്, സഹോദര, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്ന നന്മകൾ, എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ അൽഹംദുലില്ലാ നിങ്ങളൊക്കെ ചെയ്യണം. അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഈ സ്ഥാപനത്തെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസും നല്ല മരണവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവർക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം, അവരുടെ മുമ്പിൽ ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആ നല്ല കാര്യം ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകും. അള്ളാഹു ആ മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ ഖൈറിന്റെ വിഷയത്തിൽ പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ സംഗമം അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ.